ചങ്ങായിമാരെ, നമ്മളെ നാട്ടിലെ സംഖ്യയുടെ പല പല വൃത്തികേടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കും, അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിക്കും, അങ്ങനെ പല പല വൃത്തികേടുകൾ. പക്ഷെ സംഖ്യകൾ ഇന്നലെ ഉണ്ടല്ലോ, ഉത്തരം മുട്ടിയപ്പം ഒരു മനുഷ്യനും ചെയ്യാത്ത അത്രയും വലിയ വൃത്തികേടുണ്ടല്ല, അത് ഇന്നലെ കാണിച്ച്. സംഭവം വേറെ ഒന്നുമല്ല, അൻസാരി ഉസ്താദിന്റെ വീഡിയോ മൂലം ഉത്തരം മുട്ടിപ്പോയ ചാണക സംഖ്യ ഉണ്ടല്ല, ഉസ്താദിന്റെ മുഖമുണ്ടല്ല വൈകൃതമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടല്ല, ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇടുക മാത്രമല്ല ചാണക സംഖ്യകൾ ചെയ്തത്, ആ ഇട്ട വൃത്തികെട്ട പോസ്റ്റ് ഉണ്ടല്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉണ്ടല്ല ഈ ചാണക സംഖ്യകൾ ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ ഈ പോസ്റ്റ്, ഉസ്താദിനോട് നേരിട്ട് മുട്ടാൻ കഴിയാത്ത ചാണക സംഖ്യ ഉണ്ടല്ല, ഇജ്ജാതി നാണം കെട്ട പരിപാടിയാണ് ഇപ്പൊ എടുക്കുന്നത്. ഈ പോസ്റ്റ് ആദ്യം ഇട്ടത് ആരാന്നറിയാം, നമ്മളെ അപ്പിവാജി ഉണ്ടല്ല, ആ പരനാറിയാണ് ഈ പോസ്റ്റ് ഉണ്ടല്ല ആദ്യം ഓന്റെ ചാനലിൽ അങ്ങ് ഇട്ടത്. എന്തായാലും ഇതിന്റെ പിന്നിലുണ്ടല്ലോ അപ്പിവാജി മാത്രമൊന്നല്ല, ഇതിന്റെ പിന്നിലുണ്ടല്ലോ ഒരുപാട് ചാണക സംഖ്യ ഉണ്ടാവും. അത് പോരാഞ്ഞിട്ട് കുറെ എക്സ് മുസ്ലിം സംഖ്യ ഉണ്ടല്ല, അവരും ഉണ്ടാവും. അവരൊക്കെ കൂടി അപ്പിവാജി ഒന്ന ഈ പരനാറി ഉണ്ടല്ല ഇവനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ സംഭവം. പക്ഷെ എന്താ ചെയ്യ, ഇത് ചെയ്ത ചാണക സംഖ്യ ഉണ്ടല്ലോ ആകെ മൂഞ്ചി പണ്ടാരടങ്ങിപ്പോയി. കാരണം സംഖ്യകൾ ഇജ്ജാതി വൃത്തികേട് കാണിച്ചതോടുകൂടി കേരളം മൊത്തം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അതോടെ ചാണക സംഖ്യകൾ വെളുക്കാൻ തേച്ചതുണ്ടല്ല പാണ്ടായിട്ട് പണ്ടാരടങ്ങി സംഖ്യകൾ. എന്തായാലും ഇക്കാര്യത്തിൽ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കാര്യം പറഞ്ഞതിന് മുമ്പിലെ ഉസ്താദ് ഉണ്ടല്ല ഇതിന് മനോഹരമായ ഒരു മറുപടി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഉസ്താദ് ചെയ്ത ആ മറുപടി വീഡിയോ ഉണ്ടല്ലോ, മനോഹരമായ മറുപടി വീഡിയോ, ആ വീഡിയോ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അൻസാരി ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോ അല്ലാ, ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവരാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആശയത്തിൽ ഉറഞ്ഞു നിന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം എഴുതി. ഏതാ ഭാഗം ഞാൻ ഓതിയത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിനൊപ്പമാണിയെങ്കിൽ, ശരിക്കൊപ്പമാണിയെങ്കിൽ, നിങ്ങൾക്ക് ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം അറിയോ? നമ്മളിങ്ങനെ വലിക്കുന്ന ചില ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ വലിക്കും അങ്ങനെ ആളുകൾ, ആ മൂക്കിപ്പൊടി. ഇത് ആദ്യം വലിക്കുന്ന സമയത്ത് പിടുത്തം വിട്ട തുമ്മല, ഭയങ്കര തുമ്മല. സുറുമ ആദ്യമായിട്ട് എഴുതുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞെഴുതും. എല്ലാ ദിവസവും സുറുമ ഇട്ടാലാ കണ്ണീന്ന് വെള്ളം വരൂല. എല്ലാ ദിവസവും മൂക്കിപ്പൊടി വലിച്ചാലാ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനൊരു 150 തുമ്മലും ഇവന്റെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ബസ് സ്റ്റോപ്പിലുള്ള മുഴുവൻ ആളുകളും തുമ്മും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വർഗീയത വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ തന്നെ ഉള്ളടോ. സോഷ്യൽ മീഡിയക്കപ്പുറം സ്നേഹത്തിന്റെ ഒരു മഹാലോകമുണ്ടെന്നേ നമ്മൾ ചിലരെങ്കിലുമൊക്കെ തിരിതിരിച്ചിട്ടില്ലേ? നമ്മുടെ നാടാകപ്പാടം മാറിപ്പോയി, മനുഷ്യരൊക്കെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരാണെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയാത്ത, ഈ പ്രചരണങ്ങളെ ഒന്നും ഭാഗമാകാത്ത അനേകായിരം മനുഷ്യരുണ്ട്. അവരുടെ കണ്ണിലൂടെ മനുഷ്യരെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. അവരോടൊപ്പം നമ്മളൊന്ന് ചേർന്നിരുന്ന് നോക്കിയേ, ഒന്ന് മനസ്സ് തുറന്നു നോക്കിയേ, സ്നേഹത്തിൻ്റെ മഹാലോകം നമുക്ക് കാണാൻ കഴിയും. അവരോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ ഒരു മാലയിലും മുത്തുപോലെയാണ്. ഒട്ടിയല്ലാതെ ചേർന്നല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അനേകായിരം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം. ഉസ്താദിന്റെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ആ ചാണക സംഖ്യകൾ മൊത്തം തീർന്നു പോയി. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞ ആ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ടല്ലോ ഈ സംഖ്യകൾ വിടുകയില്ല കേട്ടാ. കാരണം മനുഷ്യനായ ഒരുത്തരുണ്ടല്ലോ ഇതുപോലത്തെ വൃത്തികേട്ടല്ല ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്ന ഒരു ചങ്ങായിന്റെ വീഡിയോ കാണിച്ചു തരാട്ടാ. ഈ ചങ്ങായി പ്ലേറ്റ്മെൻ എന്ന പേരിലാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പലരും ഈ ചങ്ങായിന്റെ വീഡിയോ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ചങ്ങായി അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് എന്തിന്റെ പേരിൽ ചെയ്താണെങ്കിലും അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കരുത്. ആശയങ്ങളും തമ്മിലാവട്ടെ പോരാട്ടം. വ്യക്തികളിലേക്ക് ഒരാളെ മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില് ഒരിക്കലും അധിക്ഷേപിക്കരുത്. അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ആശയം ഉണ്ടെങ്കിൽ അത് പറയേ. ആശയങ്ങളും തമ്മിൽ പോരാടാൻ നിങ്ങൾക്ക് എന്തത്ര മടി? രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടൊന്നും എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയവും എല്ലാ ആശയവും ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. എതിർപ്പുകൾ ഉണ്ടാവും. അതിന് വ്യക്തിഹത്യ ചെയ്യലല്ല അതിന്റെ മാർഗം. അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് കളിയാക്കേണ്ടത്. ആരാണ്ട് അവിടെ എല്ലാം തേഞ്ഞൂരുള്ളത്? ഒന്ന് പറയുങ്ങള്. എല്ലാ തേഞ്ഞമാരൊക്കെ ആരുള്ളത്?
എന്നാ പിന്നെ വല്ല ചില്ലും കൂട്ടിൽ കയറിയിട്ട് മെഴുകുതിരി എത്തിക്കടാ എല്ലാവരെയും. അത്ര വലിയ പുണ്യാളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ തൊലിക്കളറ് ഇതൊക്കെ ഒരു നിസ്സാര പരിപാടിയുള്ളടാ. ഒരു തളച്ച വെള്ളം വീണ മോന്തേമയ്ക്ക് വീണ കഴിഞ്ഞറായി ചിലക്കലും ഈ കാട്ടിക്കൂട്ടിലും ഈ അഹങ്കരിക്കലൊക്കെ. മോന്തൊന്ന് ടാറിൽ ഒരഞ്ഞാൽ മതിയറ റോട്ടിൽ കൂടെ പോകുമ്പോ അവിടെ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ആ പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കോച്ചേരിൽ അമ്മായി പറഞ്ഞ പരിപാടി നമ്മളേല് അംഗീകരിക്കില്ല കേട്ടോ. ഒരു പരിപാടി നടക്കില്ല. അത് അങ്ങണ്ടായാലും എങ്ങണ്ടായാലും ആരേനായാലും അംഗീകരിക്കില്ല. ഒരു ഇഞ്ചിക്ക് അംഗീകരിക്കില്ല ഈ സാധനം. ഉസ്താദേ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് പരിപാടി നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെതറട്ടെ. എന്താ മോനെ വീഡിയോ, ഈ ചങ്ങായി കിട്ടുന്ന സപ്പോർട്ട് നിങ്ങൾ കണ്ടില്ല. ഇപ്പൊ തന്നെ ഉണ്ടല്ല 68K ലൈക്കും 2 മില്യൺ വ്യൂസ് ഉണ്ടല്ല, ഏകദേശം ആകാനുമായി. അതിൽ വരുന്ന കമന്റുകൾ മൊത്തം ഉണ്ടല്ലോ അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്നെ സംഖ്യയിലുണ്ടല്ല പൂര തെറി വിളിച്ചുകൊണ്ടാണ്. ആ കമന്റ് ഇടുന്നവരുണ്ടല്ല 90% ഹിന്ദുക്കളാണ്, എല്ലാവരായ ഹിന്ദുക്കള്. അങ്ങനെ ഹിന്ദുക്കളുടെ വായി തന്നെ പൂര തെറി കെട്ടിയ സംഖ്യയിലുണ്ടല്ല വീണ്ടും നാണം കെട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു ചങ്ങായിട്ട മനോഹരമായ വീഡിയോ കൂടി കാണിച്ചു തരാം. കണ്ണൻ നമ്പ്യാർ എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. ആ സുഹൃത്തിന്റെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ടെൻഷൻ വേണം. എന്ന് മുതലോടെ നിങ്ങൾക്ക് കറുപ്പിനോടൊക്കെ ഇത്ര വലിയ അരാജകത്വം തോന്നി തുടങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ കണ്ണൻ നമ്പ്യാർന്ന് എന്റെ പേര്. ഞാനൊക്കെ എല്ലാ ആഴ്ചയിലും ഗുരുവായൂർ പോകുന്ന ഒരാളാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കണ്ണാ, ഗുരുവായൂരപ്പ കാർമുകിൽ വർണ്ണ എന്നാ വിളിക്കുക. കാർമുകിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? കാർമേഘത്തിന്റെ കളറ്, കറുപ്പ് വർണ്ണത്തോടു കൂടി ചേർന്നവെന്ന കണ്ണന്റെ പേര്. ഗുരുവായൂരപ്പൻ കറുപ്പ് നിറ. ഞാനൊക്കെ ആരാധിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ കറുപ്പ് നിറ. നാളെ ഗുരുവായൂരപ്പന്റെ കളറ് മാറ്റാൻ വേണ്ടി നിങ്ങൾ പറയുവാ? പിന്നെ പറഞ്ഞതെന്താ? കുരങ്ങിന്റെ ഫോട്ടോ വെച്ചുള്ളത്. എടോ, നമ്മുടെ വിശ്വാസപ്രകാരം കുരങ്ങ് എന്ന് പറയുന്ന വാനരനെ ആരാധിക്കുന്നത് ഹനുമാനെ ആരാധിക്കുന്നതിന് തുല്യ. ഹനുമാന് ആഞ്ജനേയനെ വായുപുത്രനെ ആരാധിക്കുന്നതിന് തുല്യാണ് കുരങ്ങിനെ ആരാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ കുരങ്ങിനും കറുപ്പിനൊക്കെ ഇത്രയധികം എതിർക്കുമ്പോ, വിദ്വേഷം പ്രകടിപ്പിക്കുമ്പോ, പിന്നെ ആ മനുഷ്യനെ ആലമ്പുഴയിലെ കരിങ്കുരങ്ങ് അത്ഭുതമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് ആ ഉസ്താദ് സൃഷ്ടിക്കുന്നത്. കാരണം അദ്ദേഹം ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഗോത്രമോ ലിംഗമോ ഒന്നും നോക്കാതെ പാവപ്പെട്ടവരായ, ശരണരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് എന്നും സാന്ത്വനമേകുന്ന ഒരു മനുഷ്യനാണ് അയാള്. ആ ഉസ്താദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എല്ലാ കാലത്തും ആ ഉസ്താദിനൊപ്പം, ഉസ്താദിനൊപ്പം നല്ലതിൽ ചേർന്ന് നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതും കൂടി കേട്ടല്ലോ. ഇങ്ങനെ ഹിന്ദുക്കൾ മൊത്തമുള്ള അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത് വന്നതോടുകൂടി സംഖ്യകള മൂഞ്ചി നാറിപ്പോയി. ഇനി ഈ വൃത്തികെട്ട ഫോട്ടോ ഇട്ട അപ്പി വൈജു, എനിക്ക് നിന്നോട് 2 വാക്ക് പറയാനുണ്ട്. നീ ഈ ഫോട്ടോ ഇടാൻ കാരണമുണ്ടല്ല, നിനക്ക് തന്തയില്ലാത്തതിന്റെ കഴപ്പല്ല, നിനക്കുണ്ടല്ല നിന്റെ തന്തമാരുടെ എണ്ണ ഉണ്ടല്ല, ആ എണ്ണ അറിയാത്ത കഴപ്പാണ് നീ ഈ ഫോട്ടോ ഇട്ടതിലൂടെ അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങിയത് കൊണ്ട് എത്ര ആൾക്കാരുണ്ടെന്നോ അതിൽ ആരാണ് കൃത്യമായ തന്താന്നോ നിനക്കുണ്ടല്ല, നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ കഴപ്പ്, ആ കുത്തിക്കഴപ്പാണ് നീ ഉണ്ടല്ല ഈ വൃത്തികെട്ട ഫോട്ടോ ഇട്ടതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോഴെന്തായാലും അപ്പി വൈജുവിന്റെ ആരാധകർക്കും നല്ലോണം തൃപ്തിയായി കാണുമെന്ന പ്രതീക്ഷയോടുകൂടി എന്റെ അൻസാരി ഉസ്താദിനും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.